നോക്കാം ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഗതാഗത മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ സൗദി അറേബ്യയും ഈജിപ്തും. കൈറോയിലെ അറബ് ഗതാഗത മന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു. സൗദിയിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ജിസാൻ, അസീർ, അൽബഹ മേഖലകളിൽ മുന്നറിയിപ്പ്. കിഴക്കൻ പ്രവിശ്യയിൽ മൂടൽമഞ്ഞിന് സാധ്യത. കുവൈറ്റ് ഹവല്ലിയിലെ വാഹനമോഷണങ്ങളിൽ അറബ് പൌരൻ അറസ്റ്റിൽ. പാർക്കിംഗ് ഏരിയയിലെ നിരവധി വാഹനങ്ങൾ വ്യാജ താക്കോൽ ഉപയോഗിച്ച് തുറന്നെന്നും അവ പൊളിച്ചുവിട്ടെന്നും പ്രതി സമ്മതിച്ചു. ഖത്തറിലെ ലാന്റേൺ ഫെസ്റ്റിവൽ അൽ ബിദ പാർക്കിൽ നവംബർ 27 ആരംഭിക്കും. 2026 മാർച്ച് 28 വരെ മേള നീണ്ടുനിൽക്കും. ഗസയിൽ സഹായം എത്തിച്ച് ഒമാനിലെ അൽ അമിറാത്ത് KMCC കമ്മിറ്റി. അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണവും വെള്ളവും ബേബി ഫുഡും വിതരണം ചെയ്തു. ഇൻകാസ് ഖത്തറിന്റെ പുതിയ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റ് സിദ്ദിഖ് പുരായിൽ, ജനറൽ സെക്രട്ടറി KV ബോബൻ, ട്രഷറർ ജീസ് ജോസഫ്, ഉപദേശക സമിതി ചെയർമാൻ സമീർ ഏറാമല എന്നിവരെ KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഹാരമണിയിച്ച് ചുമതല കൈമാറി. ദോഹയിലെ അൽ ഖോർ കോർണിഷ് സ്ട്രീറ്റ് വാരാന്ത്യത്തിൽ രാത്രി അടച്ചിടും. ഐൻ ഹെൽറ്റാൻ റൌണ്ട് എബൌട്ടിൽ നിന്ന് അൽഗവ സ്ട്രീറ്റിലേക്കുള്ള ഭാഗങ്ങളിൽ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നിയന്ത്രണം. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 വരെ അടച്ചിടും. KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ സലാല ട്രാവലേഴ്സ് ക്ലബ്ബ് വിജയികൾ. പാസ് അക്കാദമി മൈതാനിയിൽ നടന്ന മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. എഴുത്ത് ഒരാളുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള യാത്രയാണെന്ന് എഴുത്തുകാരൻ നിസാർ ഇൽത്തുമിഷ്. സർഗവേദി സലാല മ്യൂസിക് ഹാളിൽ സംഘടിപ്പിച്ച സാഹിത്യ സംവാദ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു.